Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്രിന്ററായ എപ്സൺ L15150 പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രിന്ററിന്റെ കൂടെ കിട്ടിയ ഒരു ഡ്രൈവർ സൈഡ് ഉണ്ടാവും. അപ്പോൾ ഡ്രൈവർ സൈഡ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. നമ്മൾ CD ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തു ശേഷം മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ CD ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ ലോഡിങ് ഉള്ളത്. CD ഡ്രൈവ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. CD ഡ്രൈവിൻ്റെ അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ലാപ്ടോപ്പ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ചെറിയ ലോഡിങ്. അവിടെ യെസ് എന്ന് കൊടുക്കുക. അപ്പം എപ്സൻ്റെ ലോഗോ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ആണത്. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അല്ല, റൈറ്റ് സൈഡിൽ കാണുന്ന അക്സെപ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് ചെക്കിങ് സിസ്റ്റത്തിലേക്കാണ് പോയത്. നമ്മൾ ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ എല്ലാം ആ സോഫ്റ്റ്വെയർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്തുകണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. താഴെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് എടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കമ്പ്യൂട്ടറിൽ പ്രിൻ്ററിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോഴാണ് പെർമിഷൻ ചോദിക്കുന്നത്, സെക്യൂരിറ്റി പെർമിഷൻ. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇൻസ്റ്റാൾ ആൻഡ് ഡ്രൈവർ, ആ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കഴിയുന്നത് ഈ സമയത്തെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ ഇൻ്റർനെറ്റ് ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഓരോ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജൊക്കെ കാണിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ടൈം പിന്നെയും വേസ്റ്റ് ആക്കുകയുള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നും അതിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ ചെയ്തു കൊടുത്തൊന്നും അങ്ങനെ ഒരു വലിയ കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിയുന്നതും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേഷൻ നടക്കും. അപ്പോൾ ചിലപ്പം കൂടുതൽ ടൈം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യരുത്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കരുത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചോദിക്കും USB കേബിൾ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ആ സമയത്ത് മാത്രം ചെയ്യുക. ഇതേപോലെ ഓരോ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നോ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ഫാക്സ് യൂട്ടിലിറ്റി വെർഷൻ അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ വേണ്ട, നോ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ കാരണം ഞാൻ പറഞ്ഞില്ലേ, സമയം വെറുതെ പോവുകയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫാക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഫാക്സ് യൂസേജൊക്കെ വളരെ കുറവായി വരുന്നുണ്ട് ഇപ്പോൾ. ഏകദേശം നമ്മുടെ ഫാക്സ് യൂട്ടിലിറ്റി സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പ്രിൻ്റർ നമ്മളെ എപ്സൺ L15150 പ്രിൻ്റർ വേണമെങ്കിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വയർഡ് ലാനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ USB കേബിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് USB കേബിളാണ്. അപ്പോൾ USB കേബിൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഓപ്പൺ ആയി വരും. ഈ സമയത്താണ് നമ്മൾ കമ്പ്യൂട്ടറും
പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആ USB കേബിൾ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്റ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പോൾ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് താഴെ ചെറിയൊരു ഓപ്ഷൻ വന്നിരുന്നു, കണക്ഷൻ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ആ ടിക്ക് ചെയ്താൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടർ കുറേ പഴക്കമുള്ളൊരു കമ്പ്യൂട്ടറാണ്, ലാപ്ടോപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സെക്യൂരിറ്റി മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തു. കമ്പ്യൂട്ടർ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്സൻ്റെ L15150 എന്ന പ്രിൻ്റർ കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കുറേ മെസ്സേജുകൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടേ എന്നുള്ള കുറേ മെസ്സേജുകൾ വരും. അതാണ് ഈ കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത്. നമുക്ക് സ്കാനർ ഡ്രൈവർ ആവശ്യമുണ്ട്, പ്രിൻ്റർ ഡ്രൈവറും വേണം. പിന്നെ ഫാക്സ് യൂട്ടിലിറ്റീസ് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതിൻ്റെ താഴോട്ട് പിന്നെ നമുക്ക് വല്ലാതെ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ ആൾറെഡി നമ്മൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്കാനർ ഡ്രൈവർ മാത്രം ടിക്ക് ചെയ്താൽ മതി. പിന്നെ ഫാക്സ് യൂട്ടിലിറ്റീസ്, സ്കാനർ യൂട്ടിലിറ്റീസ്, മാനുവൽസ് അങ്ങനെ എല്ലാം ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇനി നമുക്ക് ആൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസൽ എന്നുള്ള വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെ കണ്ടില്ലേ ഡൗൺലോഡ് ദ ഇൻസ്റ്റാൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ, അതിൽ നമ്മൾ ടിക്ക് ഒഴിവാക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സ്കാനർ ഡ്രൈവർ മാത്രമാണ്. ആ ഒരു ഓപ്ഷനിൽ അതിൽ നമ്മൾ സ്കാനർ ഡ്രൈവർ സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ സ്കാനർ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ സ്കാനർ ഡ്രൈവറും ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതേപോലെ ഒരു ഫേംവെയറിൻ്റെ കാര്യമാണ് ഈ ചോദിക്കുന്നത്. നമ്മൾ വേണ്ടെന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ നെക്കി അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് അല്ലെങ്കിൽ നമുക്കതില്ലെങ്കിൽ സ്കാനറിൻ്റെ സോഫ്റ്റ്വെയറാണ് ഈ കാണുന്നത്. നമുക്ക് ആദ്യം സ്കാൻ ചെയ്ത് നോക്കാം. എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്യേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് പ്രീവ്യൂ സെലക്ട് ചെയ്ത് നോക്കാം. പ്രീവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. അങ്ങനെ ഒരു എറർ മെസ്സേജ് വരും. അപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പ്രിൻ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് മുമ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കൺട്രോൾ പാനലിൽ പോയി ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആക്കി അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ആ റൈറ്റ് ബട്ടൺ നോക്കിയാൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് പോയി താഴെ കണ്ടില്ലേ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുണ്ടല്ലേ, ഒരു പേപ്പർ വെക്കുക. യെസ്, നമ്മൾ കമാൻഡ് പ്രിൻ്റർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ട് ട്രേ ഓപ്പണായി വന്ന് അതിൽ പ്രിൻ്റ് ഔട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, ബൈ.